വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ 10ാം ദിനം മാപ്പിംഗ് നടത്തിയുള്ള പരിശോധന തുടരും. കെടാവർ നായകളെ ഉൾപ്പെടെ എത്തിച്ചാണ് ഇന്ന് തെരച്ചിൽ നടക്കുക. ചാലിയാർ തീരത്തെ പരിശോധനയും ഇതോടൊപ്പം തുടരും. ദുരന്തബാധിത പ്രദേശങ്ങളിലെ രക്ഷാദൗത്യവും തെരച്ചിലും ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി നെറ്റ്വർക്ക് കവറേജിന് ചൂരൽമലയിൽ താൽക്കാലിക മൊബൈൽ ടവറും ഒരുക്കി. വിശദാംശങ്ങളുമായി വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്തു നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, 10ാം ദിനമാണിപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. എങ്ങനെ എത്തരത്തിൽ പുരോഗമിക്കുന്നു തെരച്ചിൽ പ്രവർത്തനങ്ങളെല്ലാം? കാളിദാസ്, നമ്മളിപ്പോഴുള്ളത് മുണ്ടക്കൈ ടൗണിലാണ്. ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു പ്രദേശം. ഈ പ്രദേശത്തെല്ലാം തന്നെ തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. നേരത്തെ ചൂരൽമലയിൽ നമ്മൾ കണ്ടതാണ് തെരച്ചിൽ സജീവമായി നടക്കുന്ന ഒരു കാഴ്ച. ഇന്ന് തെരച്ചിലിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം കൂടി അല്പം മുൻപ് നടക്കുകയുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച എത്തുകയാണ്. അതിന്റെ മുന്നോടിയായുള്ള സുരക്ഷാ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നതിനായി SPG സംഘം നേരത്തെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും എത്തിയിരുന്നു. അവർ ഇവിടെയുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രധാനമന്ത്രിക്ക് ഈ വ്യോമ നിരീക്ഷണത്തിന് പുറമെ ഈ ദുരന്തബാധിത പ്രദേശത്ത് നേരിട്ട് ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യമാണോ എന്ന് വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് SPG സംഘം ഇവിടേക്ക് എത്തിയത്. അവർ അത് കൃത്യമായി പരിശോധിക്കുകയും ചെയ്തു. ഇപ്പോൾ മറ്റു കാര്യങ്ങൾ, ഇനി രക്ഷാദൗത്യം സംബന്ധിച്ച കാര്യങ്ങളും തെരച്ചിലും അത് ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. 6 മേഖലകളായി തന്നെയാണ് ഈ പ്രദേശത്ത്, അതായത് മുണ്ടക്കൈ, ചൂരൽമല, നമ്മുടെ തൊട്ടുപിറകിൽ കാണുന്ന പുഞ്ചിരിമട്ടം പ്രദേശത്തെല്ലാം തന്നെ, ഒപ്പം ഈ പുഴയുടെ താഴ്വാരം, വെള്ളാർമല വില്ലേജ് ഓഫീസ്, ഈ താഴെ വെള്ളാർമല സ്കൂൾ പരിസരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു ഊർജിതമായ തെരച്ചിൽ നടക്കുകയാണ്. ഏകദേശം 540ഓളം സന്നദ്ധ പ്രവർത്തകരുണ്ട്. 1026 സേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ദൗത്യം നടക്കുന്നത്. അതിനു പുറമെ തന്നെ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ സൺറൈസ് വാലിയിൽ ഉൾപ്പെടെ ഏറ്റവും ദുർഘടമായ ഒരു പ്രദേശമാണ്. ആ സൺറൈസ് വാലിയിൽ ഉൾപ്പെടെ തെരച്ചിൽ ഇന്ന് സജീവമായി തന്നെ നടക്കുന്നു. 80ലധികം വരുന്ന ദൗത്യ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ നടക്കുന്നത്. പരപ്പൻപാറയിലും സൂചിപ്പാറയിലുമെല്ലാം തന്നെ തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു. JCB, ഹിറ്റാച്ചി തുടങ്ങിയവയുടെ സഹായവും സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള തിരച്ചിലുമെല്ലാം തന്നെ ഈ ദുരന്തം ബാധിച്ച മേഖലയിൽ നടത്തുന്നുണ്ട്. ഇനി എന്തെങ്കിലും മൃതദേഹങ്ങളോ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനമായും ഇവരെല്ലാം പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഊർജിതമായ, വളരെ സക്രിയമായ ഒരു തെരച്ചിൽ തന്നെയാണ് ഈ 10ാം നാൾ നടക്കുന്നത്. ഈ 10 ദിവസം മുൻപാണ് ഈ ഒരു പ്രദേശത്തെ ആകെ ഈ തട്ടിയെടുത്ത ഒരു ദുരന്തം, നമ്മുടെയൊക്കെ മനസ്സിനെ വിറങ്ങലിപ്പിച്ച ഒരു ദുരന്തം ഇവിടെ നടന്നത്. ഏകദേശം പുഞ്ചിരിമട്ടത്തു നിന്നും പൊട്ടി താഴേക്ക് ഒഴുകിയെത്തിയ ഉരുൾ, അതിനുശേഷം പിന്നീട് ഈ ഭാഗത്ത് ഇപ്പോൾ കാണുന്ന ഈ പള്ളി അടക്കം, മുണ്ടക്കൈ ടൗണിലെ പള്ളി അടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം നേരത്തെ ഈ ചൂരൽപ്പുഴയുടെ ഭാഗമായി ഒഴുകിയിട്ടുള്ള നീർച്ചാൽ ഈ ഭാഗത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതിൽ നിന്നും എത്രയോ മീറ്റർ മാറിയുള്ള ഒരു പ്രദേശമാണ് ഈ മുണ്ടക്കൈ ടൗൺ എന്ന് പറയുന്നത്. ഇവിടെയെല്ലാം തന്നെ, ഇവിടേക്കാണ് ആ ഉരുൾ പൊട്ടിയൊലിച്ച് ഗതിമാറി എത്തി പിന്നീട് തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി ആളുകൾ ഇപ്പോൾ നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ സേനാംഗങ്ങളുമുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ SPG ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇവിടെ എത്തി പ്രധാനമന്ത്രിയുടെ ഈ ശനിയാഴ്ചത്തെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ പുരോഗതി എല്ലാം തന്നെ ഈ ഒരു സംഘങ്ങൾ എല്ലാം വിലയിരുത്തിയ ശേഷം അവർ ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്.